അല്ല നോക്കൂ, അഥവാ ഏത് വിഷയത്തിലും സീരിയസ് ആക്യൂസേഷൻസ് ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തണം. ആ ആക്യൂസേഷൻ്റെ അടിസ്ഥാനമുണ്ടോ ഇല്ലയെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അന്വേഷണം നടത്തിയിട്ടാണ്. നമ്മൾക്ക് ഇവിടെ ഇരുന്നിട്ട് ചില ചിന്തകൾ പറയാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിക്കാർ. പക്ഷെ അവസാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ വഴിക്കാണ് സത്യം തെളിക്കാൻ സാധിക്കുക. അതിനാണ് ഞാനും ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. അതിനും കൂടുതൽ പറയാനില്ല. ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് പ്ലേ ഇറ്റ്സ് കോഴ്സ്. അവർ പ്രവർത്തനമെല്ലാം ചെയ്തിട്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ എടുത്ത ശേഷം അവർ കൺക്ലൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. അത് നമ്മൾ കണ്ട ശേഷം പിന്നെ സ്റ്റാൻഡ് എടുക്കാം. അല്ല, അത് നോക്കൂ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അങ്ങനെയും പറയാം, പക്ഷെ മറ്റേ വഴിക്ക് നമ്മൾ പറയാം പിന്നെ ഇതുവരെ എന്തുകൊണ്ട് ഒന്നും നടന്നില്ല. ഇത് പുതിയ ഒരു ആക്യൂസേഷൻ അല്ലല്ലോ. ഇത് മാധ്യമത്തിൽ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. പിന്നെ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ സംസാരിച്ചത് കുറച്ച് സമയമായി. എന്നിട്ടും ഒരു അന്വേഷണം ഒന്നും നടന്നില്ല. ഇപ്പോഴാണിത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല, അങ്ങനെയും പറയാമല്ലോ. എന്തായാലും അവർ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം, എൻ്റെ അറിവിൽ എന്തായാലും. അതുകൊണ്ട് ആ അഭിപ്രായം അനുസരിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തട്ടെ. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഒരു പോസ്റ്റ്പോൺമെൻ്റ് ഒരു എക്സ്ക്യൂസ് ആവാൻ പാടില്ല. ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് എല്ലാ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നേരത്തെ തന്നെ ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം. അത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ ആരോപണം പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ. ഞാൻ ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായം പറയാത്തൊരു വ്യക്തിയാണ്. കാരണം എനിക്കിതിലൊരു ഇടപാടില്ല. നമ്മുടെ സംസ്ഥാന പാർട്ടി ഇതിന് നല്ലോണം എടുത്തിട്ടുണ്ട്, നിയമസഭയിലും വെളിയിലും. അപ്പോൾ നമ്മുടെ പാർട്ടികൾ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ പിന്തുണ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കിതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇടപെടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ അതിനും കാട്ട് അതീതം പോകാൻ ആഗ്രഹിക്കുന്നില്ല. വേറെ വല്ലതും അതെ അതെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം ഒരു ചർച്ച? പ്രത്യേകിച്ച് അല്പം മുമ്പ് മുസ്ലിം ലീഗ് എം പി ഇ.ടി. മുഹമ്മദ് ബഷീറൊക്കെ പറഞ്ഞിരുന്നു ഇന്നലെ രാത്രി 10 മണിക്കാണ് ഈ ചർച്ചയുടെ വിഷയം അറിയിക്കുന്നത്. അതെ, എനിക്ക് ആ നേരത്താണ് വിളി വന്നത് പാർട്ടിയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്. ഇതൊരു ലാസ്റ്റ് മിനിറ്റ്. ഒന്നാം കാര്യം, ഈ അവസാനത്തെ നിമിഷത്തിൽ പാർലമെൻറ്റ് നീട്ടണത് തന്നെ ഒരു മര്യാദക്കേടാണ്. കാരണം ഞങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള പ്ലാൻ ചെയ്യായിരുന്നു. എനിക്ക് ഇന്ന് ഒഴിവാക്കാൻ സാധിക്കാത്ത പല ചടങ്ങുകൾ ഇന്നലെ രാത്രി മുതൽക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് വരേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു അവസരമായി മാറി. പാർട്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ചില പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടി ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം, ഈ വിഷയത്തിൽ ഇതിനെ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത് കുറച്ചൊരു അതിശയം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഭരണഘടനത്തെ എഴുതിയ ഭാഷ അനുസരിച്ചാൽ നമ്മളുടെ രാഷ്ട്രീയവും ജനങ്ങളുടെ മതത്തിലും ഒരു ബന്ധമില്ല എന്നാണ്. നമ്മൾക്ക് അറിയാം, ആർട്ടിക്കിൾ 27 പ്രകാരം ഒരു പൈസ ടാക്സ് പേയറിൻ്റെ പണം ഏത് മതത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ചിലവാക്കാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മളെല്ലാവരും ഇതുവരെ കണ്ടിരിക്കുന്നത് മതവിശ്വാസത്തിൽ അതെല്ലാം, നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരല്ല, ഞങ്ങളുടെ മതവിശ്വാസം തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല. എല്ലാവർക്കും അവർ സ്വന്തം മതത്തിനെ വിശ്വസിക്കുക, അതിനെ പ്രാക്ടീസ് ചെയ്യുക, ക്ഷേത്രത്തിൽ പോവുക, മസ്ജിദിൽ പോവുക, പള്ളിയിൽ പോവുക, ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ അതവർ സ്വന്തം ബിസിനസ്സാണ്. ഇതിന് സർക്കാരും പിന്നെ പള്ളിയും മസ്ജിദും ക്ഷേത്രത്തിനും കൂടി ഒരു ബന്ധമില്ല എന്നാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിനെ എടുത്തിട്ട് അതിനെ പാർലമെൻറ്റിനകത്ത് കൊണ്ടുവന്നിട്ട് അത് റെസൊല്യൂഷൻ പാസ്സാക്കണം. അവർക്ക് വലിയ ഭൂരിപക്ഷമുണ്ട്, അവർ എന്ത് വേണമെങ്കിലും പാസ്സാക്കാം, അവർക്കും അറിയാം, നമ്മൾക്കും അറിയാം. പക്ഷെ അങ്ങനെയാണോ രാഷ്ട്രീയം ചെയ്യേണ്ടത്? ഞങ്ങളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം പിന്നെ ആ ക്ഷേത്രത്തിന് പോവും, പല ക്ഷേത്രത്തിൽ പോയ പോലെ. പക്ഷെ ഞാൻ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്, രാഷ്ട്രീയം ചെയ്യാനല്ല. നിങ്ങൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ പാർലമെൻറ്റ് അകത്ത് കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ ഒരു ചർച്ചയെങ്കിലും ഉണ്ടാവട്ടെ. എന്തായാലും ഈ റെസൊല്യൂഷൻ അവർക്ക് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. അവർ വിപ്പ് അനുസരിച്ച് ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ നിർത്തുന്നുണ്ട്, ഇരുത്തുന്നുണ്ട്, അവർ പാസ്സാക്കും. പക്ഷേ ആ ചർച്ചയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്, അത് ഞങ്ങളും മറ്റേവരും ചൂണ്ടിക്കാണിക്കുന്നത് സംശയമില്ല. ഒന്ന്, ഭരണഘടന സ്ഥിതി. രണ്ട്, ഈ സ്റ്റേറ്റ് ഒരു
സെക്യുലർ സ്റ്റേറ്റ് ആണെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു വാക്കിൻ്റെ കാരണമല്ല, ഭരണഘടന എല്ലാം ഉള്ളത്, എല്ലാ വിധത്തിലത്തെ ഭാരതീയ പൗരന്മാർ ഒന്നാണ്. നമ്മളുടെ മതം ഏതായാലും, നമ്മുടെ ജാതി ഏതായാലും, നമ്മുടെ ഭാഷ ഏതായാലും, നമ്മൾ ഏത് ഭാഗത്ത് ജനിച്ച് വന്നാലും ഭാരതീയ പൗരനാണെങ്കിൽ എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ജീവിക്കാൻ സാധിക്കണം. ഇതൊരു പുതിയ രീതിയായിട്ടൊരു ഹിന്ദു രാഷ്ട്രീയ കൊണ്ടുവരികയാണോ പാർലമെൻറ്റ് ചർച്ച ചെയ്യിപ്പിച്ചിട്ട് എന്നാണ് എൻ്റെ മനസ്സിലൊരു ചോദ്യം. ആ ചോദ്യത്തിന് അവർ നേരിട്ട് ഉത്തരം പറയട്ടെ. അഥവാ അവർ ഈ രാജ്യത്തിന് ഹിന്ദു രാഷ്ട്രമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ പോയിട്ട് അവരെ വോട്ട് ആവശ്യപ്പെടുത്തെ, പിന്നെ നമുക്ക് നോക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു കുറച്ചൊരു അതിശയമായൊരു സബ്ജക്റ്റാണ് പാർലമെൻറ്റിനകത്ത് കൊണ്ടുവരാൻ. മൂന്നാമത്തത് പ്ലേസ് ഓഫ് വേർഷിപ്പ് ആക്ട് 1991. അതിൻ്റെ സ്റ്റാൻഡ് എന്താണ്? കോടതിയുടെ മുമ്പിൽ പോയിട്ടുണ്ട്, അവരതിന് വെല്ലുവിളി കൊടുക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ പാർലമെൻറ്റിലും ചർച്ച ചെയ്യാനായോ? സാധാരണ നമ്മുടെ പാർലമെൻറ്റ് നിയമപ്രകാരം ഒരു വിഷയം ജുഡീഷ്യറി മുമ്പിൽ ഇരിക്കുമ്പോൾ അതിനെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് റെസൊല്യൂഷൻ വന്നിരിക്കുന്നത്? നാലാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എല്ലാ വിധത്തിലും മതത്തിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന് നിങ്ങൾ മതത്തിൽ കൊണ്ടുപോകണോ അതോ മതത്തിനെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരികയാണോ? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അവരോട് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ട് നമ്മൾക്ക് എല്ലാവരും മതത്തിനെ ഈക്വലായിട്ട് കണ്ട് ബഹുമാനിച്ചിട്ട് നമ്മളെ എല്ലാവരും ഒരുമിച്ച് സ്നേഹിച്ചിട്ട് സഹകരണത്തോടെ ഈ രാജ്യത്ത് ജീവിച്ചൂടാ? ആ ചോദ്യം ചോദിക്കാൻ എനിക്കൊരു സംശയമില്ല. പലവരും എണീറ്റ് നിൽക്കുമെന്ന് പാർലമെൻറ്റിൽ. എനിക്ക് അവിടെ പോകാൻ സാധിക്കാത്ത എനിക്കും കുറച്ചൊരു റിഗ്രറ്റ് ഉണ്ട്. പക്ഷെ എന്തായാലും ഞാൻ ഇവിടെയാണ്. ഞാൻ നിങ്ങളോട് ഒക്കെ തന്നെ